ആം, ജോസഫ് നമ്പിമഠം. ജോസഫ് നമ്പിമഠം എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ പഴയ പരിചയക്കാരാണ്. അദ്ദേഹം ഡാളസിലായിരുന്നപ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആ, ലാനയുടെ സാരഥിയായിരുന്നല്ലോ അദ്ദേഹം. അദ്ദേഹം നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഡാളസിൽ ആയിരിക്കുമ്പോൾ ഒരു കവിതയുടെ സമാഹാരം പ്രസിദ്ധീകരിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനും അതിൻ്റെ കുറച്ച് കവിതകൾ എഴുതി അത് കൊടുത്ത് അത് പ്രസിദ്ധീകരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കവിതകൾ അദ്ദേഹം ഇപ്പോൾ ഹൂസ്റ്റണിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല ഒരു കവിയും ചിന്തകനും ആയിട്ടാണ് എനിക്ക് എന്നും നമ്പിമഠത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ അധികം നമ്മുടെ അമേരിക്കൻ സാഹിത്യ ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കവിതകളാണ്. ലാനയുടെയും ഫൊഗാനയുടെയും ഒക്കെ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നമ്പിമഠം വിദേശ മലയാള സാഹിത്യത്തിൽ സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾ തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്പിമഠത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു. ഞാൻ മലയാളം കവിതകളാണ് കൂടുതൽ എഴുതുന്നതെങ്കിലും ഏതാനും ഇംഗ്ലീഷ് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്രോമത്യൂസ് എന്നുള്ള കവിത, ഇംഗ്ലീഷ് കവിത. പ്രോമത്യൂസ് ഒരു ടൈറ്റൻ ഗോഡാണ്. ഗ്രീക്ക് മിഥോളജി പ്രകാരം ഗോഡ് ഓഫ് ഫയർ ആണ് അദ്ദേഹം, പ്രോമത്യൂസ്. അതുമാത്രമല്ല, മനുഷ്യരെ ക്ലേയിൽ നിന്ന്, അതായത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആളാണ് പ്രോമത്യൂസ് എന്നാണ് ഇത് പറയുന്നത്, ഗ്രീക്ക് മിഥോളജി പ്രകാരം പറയുന്നത്. അദ്ദേഹം മനുഷ്യരുടെ ദുരിതങ്ങൾ തീർക്കാൻ വേണ്ടി ദൈവങ്ങളുടെ മാത്രം അവകാശമായിരുന്ന തീയെ മോഷ്ടിച്ചുകൊണ്ടുവന്ന് മനുഷ്യന് കൊടുത്തതായിട്ടാണ് കഥ. അതിന് അദ്ദേഹത്തെ പണിഷ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ദൈവങ്ങളുടെ നേതാവ്, അതായത് സെയൂസ്, അദ്ദേഹത്തെ ഒരു കോക്കസ് ദ്വീപിലെ ഒരു പാറയിൽ ചങ്ങലക്കിടുകയും എല്ലാ ദിവസവും ഒരു കഴുകൻ വന്ന് അദ്ദേഹത്തിൻ്റെ ലിവർ, അതായത് കരള കൊത്തി തിന്നി നശിപ്പിക്കുകയും ചെയ്യും. പകൽ മുഴുവൻ അത് തിന്നും, രാത്രിയിൽ അത് പുനർജീവിക്കും. അപ്പോൾ അങ്ങനെ ആ കഥയുടെ പശ്ചാത്തലത്തിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, ബൈബിൾ ഉണ്ടാകുന്നതിനും വളരെ കാലം മുമ്പുണ്ടായതാണ് ഗ്രീക്ക് മിത്തോളജി. അപ്പോൾ ഏതാണ്ട് ക്രിസ്തുവിൻ്റെ ഒരു സാദൃശ്യമാണ് ഈ പ്രോമത്യൂസിൽ നമ്മൾ കാണുന്നത്. മനുഷ്യനെ രക്ഷിക്കാനായി ഭൂമിയിൽ മനുഷ്യന് തീ കൊണ്ട് കൊടുക്കുന്നു, അതിൻ്റെ പേരിൽ പണിഷ്മെൻറ്റ് കിട്ടുന്നു. അതിൻ്റെ ദിവസങ്ങളോളം വർഷങ്ങളോളം ഒരു പാറയിൽ ചങ്ങലക്കിട്ട് ദിവസവും കരള കൊത്തി തിന്നപ്പെടുന്നു, അതിൽ നിന്ന് പുനർജീവിക്കുന്നു. അങ്ങനെ ഒരു ബിംബമാണ് പ്രോമത്യൂസ് എന്ന കഥാപാത്രം. ആ കവിത, ഇതിൻ്റെ കവിതയുടെ പ്രത്യേകത, ഇത് ആപ്പാട് ഒറ്റ സെൻറ്റൻസിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഒറ്റ സെൻറ്റൻസ്. ഓ പ്രോമത്യൂസ്, ദി ടൈറ്റൻ ഗോഡ് ഓഫ് ഫോർത്തോട്ട്, ഗോഡ് ഇമ്മോർട്ടൽ. ഓ Prometheus, the Titan god of forethought, god immortal, the god who molded man from clay, the god who defied Zeus and acquired the best sacrificial meat for men, the god who stole fire from heaven, hidden inside a fennel stalk and delivered it to mortal man, the god who stole fire from heaven, hidden inside a fennel stalk and delivered it to mortal man, for which Zeus ordered creation of Pandora, the first woman to deliver misfortune to man, the god who was arrested and bound to a rock for eternal torture on Mount Caucasus, for which Zeus ordered creation of Pandora, the first woman to deliver misfortune to man, the god who was arrested and bound to a rock for eternal torture on Mount Caucasus, where an eagle was sent to feed on your liver all day, which would be regenerated at night, where an angel was sent to feed on where an eagle was sent to feed on your liver all day, which would be regenerated at night, and to be eaten the next day, the God who suffered for loving mankind,
the God who suffered for loving mankind, and finally, after generations, saved from eternal torture by the hero Heracles. O Prometheus, are you the Christ before Christ? O Prometheus, are you the Christ before Christ? Are you the crucified before the crucified? Are you the savior of mankind before the savior? Are you the symbol of eternal human suffering? O Prometheus, are you the Christ before Christ? Are you the Are you the crucified before the crucified? Are you the savior of mankind before the savior? Are you the symbol of eternal human suffering? താങ്ക് യു. ഞാൻ 1998 മൾബറിയാണ് എൻ്റെ 3 പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രസിദ്ധപ്പെടുത്തിയത്. അതിൽ 3 പുസ്തകങ്ങൾ ഒന്നിച്ച് മൾബറി പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ 3 എണ്ണം എന്ന് പറഞ്ഞാൽ 3 സബ്ജക്ട്സാണ്. അതായത് നിസ്വനായ പക്ഷിയാണ് ആദ്യത്തെ എൻ്റെ കവിതാ സമാഹാരം. അതിനാണ് ഡോക്ടർ അയ്യപ്പ പണിക്കർ അവതാരി എഴുതിയത്. രണ്ടാമത്തെ സമാഹാരം ചെറുകഥാ സമാഹാരമാണ്. ഉഷ്ണമേഖലയിലെ ശലഭം. ഇങ്ങനെ കാണിച്ചാൽ മതിയോ? താങ്ക് യു. ഉഷ്ണമേഖലയിലെ ശലഭം അത് 14 ചെറുകഥകളുടെ സമാഹാരമാണ്. അതിൻ്റെ അവതാരി എഴുതിയത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗം തലവനായിരുന്ന ഡോക്ടർ M ബഷീറാണ് അതിൻ്റെ അവതാരി എഴുതിയത്. 3-ാമത്തെ പുസ്തകം കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാൻ എന്ന അരുന്ധതി നക്ഷത്രം. ഇത് കുറേയേറെ ലേഖനങ്ങൾ ഒന്നിച്ചുള്ള ഒരു സമാഹാരമാണ്. അതിനെപ്പറ്റിയാണ് M കൃഷ്ണൻ നായർ സാറ് എഴുതിയത്. കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാൻ എഴുതിയ ജോസഫ് നമ്പിമഠം തമ്പുരാൻ എന്ന അരുന്ധതി നക്ഷത്രം എന്ന ലേഖനം അന്തരംഗസ്പർശിയാണ്. ഞാനത് വായിച്ച് അനൽപമായ സന്തോഷത്തിന് വിലയം കൊണ്ടുവന്ന് ശ്രീ കൃഷ്ണൻ നായർ കമൻ്റ് കുറിച്ചത് ആ പുസ്തകത്തെ പറ്റിയാണ്, ആ ലേഖനത്തെപ്പറ്റി. അങ്ങനെ 3 പുസ്തകങ്ങൾ ഇത് 98 മൾബറി പ്രസിദ്ധീകരിച്ചു. അതിന് പ്രകാശനം നടത്തിയത് അന്ന് ഞാൻ നാട്ടിൽ പോകാൻ എനിക്ക് സാഹചര്യമില്ലായിരുന്നത് കൊണ്ട് അവിടെ ഒരു കവി കൂട്ടായ്മയിൽ വെച്ച് ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറിനും അന്നത്തെ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ തലവനായിരുന്ന രവീന്ദ്ര സാറിനും അതുപോലെ തന്നെ D വിനേന്ദ്ര സാറും ആണ് അത് പ്രകാശനം ചെയ്തത്. കോഴിക്കോട് പെരുന്തേനരുവി എന്ന സ്ഥലത്ത് വെച്ച് നടത്തിയ കവികളുടെ കൂട്ടായ്മയിൽ അയ്യപ്പ പണിക്കർ സാറും രവീന്ദ്ര സാറും D വിനേന്ദ്ര സാറും കൂടിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. അന്ന് എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് പ്രകാശന കർമ്മം നടത്തിയത്. അതെ, റിവേഴ്സ് ഇട്ടുകൊണ്ടാ സാറേ. ഓക്കെ സാറേ, ഈ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കവിതകൾ 4 എഴുതാനുള്ള സന്ദർഭങ്ങൾ? കവിതകൾ 4 അല്ല, 2 കവിത പുസ്തകങ്ങളും ഒരു ചെറുകഥാ സമാഹാരം, ഒരു ലേഖന സമാഹാരം. ഇതൊക്കെ എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അത് പിന്നെ ഓരോ സമയത്ത് നമുക്ക് ഓരോ സബ്ജക്റ്റിനെ പറ്റി എഴുതുക എന്നുള്ളതല്ലാതെ കവിതാ സമാഹാരം എഴുതുന്നത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ കവിത ഞാൻ 75 എഴുതിയതിനെ പറ്റി പറഞ്ഞത് അടിയന്തരാവസ്ഥക്കാരെന്ന് ആയിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതൊക്കെ അന്നത്തെ ആ നല്ല അന്തരീക്ഷം കണ്ടപ്പോൾ ഒരു നല്ല സാമൂഹിക അന്തരീക്ഷം ഉണ്ടായപ്പോഴത്തേക്കിന് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായി. പക്ഷേ ആക്ച്വലി അതിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും ബസ്സിലേക്ക് കയറാൻ പോകുന്ന ഇടയ്ക്ക് കുറച്ച് കണ്ടമുണ്ട്, അതായത് പാടശേഖരം. ആ പാടശേഖരത്തിൽ ഇങ്ങനെ കൊയ്ത്ത് നടക്കുമ്പോഴത്തേന് ആ വരമ്പിക്കൂടെ നടന്നു പോയി എൻ്റെ മൂക്കിലേക്ക് ഒരു പുതുനെല്ലിൻ പുതുമണം എനിക്കപ്പോൾ അനുഭവപ്പെട്ടു, പുതുനെല്ലിൻ്റെ മണം അനുഭവപ്പെട്ടു. അപ്പോൾ പുതുനെല്ലിൻ പുതുമണം എന്ന 2 വാക്കുകളാണ് എൻ്റെ മനസ്സിൽ തട്ടിയത്. അപ്പം അതിൽ നിന്നാണ് ഞാൻ ഈ കവിത എഴുതുന്നത്. പുതുനെല്ലിൻ പുതുമണം നിറയുന്നു ധരണിയിൽ, പുതുഗന്ധമുയരുന്നു വയലുകളിൽ എന്ന് പറഞ്ഞുള്ള ആ പാട്ട്. അപ്പം ആ സത്യം പറഞ്ഞ സബ്ജക്റ്റ് ചിലപ്പോൾ ഞാൻ കവിത എഴുതുന്നത് ഒരു വാക്കിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു ആശയത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ഒരു വരികളിൽ നിന്നാകാം. ഇങ്ങനെയൊക്കെയാണ് കവിതകൾ രൂപപ്പെടുന്നത്. അതായത് ഓരോ അവസരത്തിൽ ഓരോന്നാണ്. അപ്പോൾ ഓരോ കവിതയെപ്പറ്റി പറഞ്ഞാലും അല്ലെ ഓരോ കഥയെപ്പറ്റി പറഞ്ഞാലും
ഒത്തിരി പറയാനുണ്ട്. അപ്പം അത് പുസ്തകം മൊത്തം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഓരോ സന്ദർഭങ്ങളിൽ ചില ഉണ്ടായ ആശയങ്ങൾ, അതായത് ചെറുകഥ എഴുതിയതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടുള്ള 2-3 കഥകളുണ്ട്. അത് ഒന്ന് അപ്പോമ്മാവൻ എന്ന് പറഞ്ഞൊരു ചെറുകഥ. അത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എല്ലാവരാലും തഴയപ്പെട്ട് ഇരിക്കുന്ന ഇതിവൃത്തമാക്കിയിട്ടുള്ള ഒരു കഥയാണ് അത്, അപ്പോമ്മാവൻ. പാക്കരൻ എന്ന് പറഞ്ഞൊരു കഥയെന്ന് പറഞ്ഞാൽ ശരിക്കും പാക്കരൻ ജീവിച്ചിരുന്നതാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പാക്കരൻ ഉണ്ടായിരുന്നു. അവനെ ഈ പോത്തിനെ തീറ്റുകയും അങ്ങനെ നടക്കുക. എൻ്റെ ചെറുപ്പത്തിൽ ബാല്യത്തിൽ എൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ അവന് ഇങ്ങനെ നടക്കുകയും പിന്നെ ചോറ് സ്കൂളിലുള്ള പിള്ളേർക്കൊക്കെ ചോറ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു പാക്കരൻ, കാവടി തുള്ളുന്ന പാക്കരൻ. അവസാനം അങ്ങേർക്ക് ആ പാവം പാക്കരൻ എങ്ങനെയോ വളരെ ദുരിതം പിടിച്ച് ഒരുതരം മാനസികാവസ്ഥയൊക്കെ തെറ്റി പിന്നെ വിശപ്പ് ഭയങ്കര ശക്തിയായിട്ട് വരികയും ചോറ് മോഷ്ടിക്കുകയും ചെയ്തതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ പാക്കരന് എന്നുള്ള എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയുടെ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കഥയാണ് പാക്കരൻ എന്ന കവിത. പണ്ടാരത്തി എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ആശുപത്രിയുടെ ഒരു പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ ഭർത്താവാണ് ഞങ്ങളുടെ അവിടെ ഒരു നല്ല ശില്പിയാണ്. അപ്പൊ ആ സ്ത്രീയുടെ ജീവിതം പപ്പടം വിൽക്കുന്ന ഒരു അതാണ് പണ്ടാരത്തി എന്നുള്ള കഥയിലുള്ളത്. അതുപോലെ അപ്പോമ്മാവന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കഥയാണ്. അതുപോലെ തന്നെ വേറെ ചില കഥകളുണ്ട്. എല്ലാം ഇതുപോലെ ആ സാഹചര്യങ്ങളിൽ നിന്നും നാട്ടിൻപുറത്തു നിന്ന് കിട്ടിയ കഥാപാത്രങ്ങളും ഒക്കെയാണ് അതിനെ പലതും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. പിന്നെ ലേഖനം പറഞ്ഞാൽ നമ്മുടെ അരുന്ധതിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നുള്ള പുസ്തകമുണ്ട്. അതായത് ബുക്കർ പ്രൈസ് കിട്ടിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചപ്പോൾ അതിനെപ്പറ്റി എഴുതിയേ പറ്റൂ എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഒത്തിരി റിസർച്ചൊക്കെ നടത്തി അവരുടെ പുസ്തകങ്ങളെപ്പറ്റി അവരെപ്പറ്റിയും പഠിച്ച് എഴുതിയ ലേഖനമാണ് കൊച്ചുകാര്യങ്ങളുടെ തമ്പുരാനെന്ന് അരുന്ധതി നക്ഷത്രം. അതിനെപ്പറ്റിയാണ് കൃഷ്ണൻ നായർ സാർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. വളരെ സന്തോഷം സാറേ. നമുക്ക് അടുത്ത ഒരു വ്ളോഗിൽ സാറിൻ്റെ SB കോളേജിലെ ജീവിതത്തെ പറ്റി ഒരു 5 വർഷം സാർ പഠിച്ചതിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് ജോലിയിലോട്ട് പ്രവേശിച്ചതിനെ പറ്റി പറയാം. ശരി, ഓക്കെ. ബസ് കണ്ടക്ടർമാരോടോ ഡ്രൈവർമാരോടോ ബഹളം വെക്കാറുണ്ടായിരുന്നു ആൾക്കാർ? അങ്ങനെ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി KSRTC ആനവണ്ടി എന്നാണ് പറയുക. അതായത് ആനവണ്ടിക്ക് അതിൻ്റെതായ ഒരു പ്രിവിലേജ് ഉണ്ട് ഇപ്പോഴും. അതുപോലെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കാണേലും പിന്നെ പൊതുജനങ്ങൾ ഏതാണ്ട് കാക്കി കിട്ട പോലീസുകാരെ പോലെയോ ഒക്കെ ഉള്ള ഒരു കണ്ടക്ടറെന്നും പിന്നെ ഡ്രൈവറെന്നും ഒക്കെ അല്ലെ KSRTC എംപ്ലോയി എന്ന് പറയുമ്പോഴത്തേക്കും സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അവൻ്റെ അടുത്ത് കളിച്ചാൽ പ്രശ്നമാകും. ഇപ്പം എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ KSRTC ബസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകും, അവർക്കൊരു സംരക്ഷണം കിട്ടും. ഇപ്പോഴത്തെ പിന്നെ കഴിഞ്ഞ ദിവസം മേയർ വണ്ടി തടഞ്ഞതൊക്കെ പറഞ്ഞ മാതിരിയുള്ള അങ്ങനെയൊന്നും ആ കാലത്തൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരുത്തരും ഒരു KSRTC കണ്ടക്ടറുടെയോ ഇവരുടെ നേരെ കൈപൊക്കാൻ അത്ര പെട്ടെന്നൊന്നും ധൈര്യപ്പെടാറില്ല. ഈ കോളേജ് സമരം നടക്കുമ്പോൾ ബസ്സിന് ടയർ കയറത്തില്ലേ? അത് ആ കാലത്ത് എങ്ങനെയും അങ്ങനെ സംഭവങ്ങൾ ഇഷ്ടം പോലെ കല്ലേറ് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ യാത്ര ചെയ്തപ്പോഴത് എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ വന്നിട്ടില്ല. പക്ഷേ KSRTC ബസ്സുകൾ പല പ്രാവശ്യം പല സാഹചര്യങ്ങളിലും എറിഞ്ഞും പൊട്ടിച്ചിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ചെറിയ വരൽ പോലും കൊണ്ട് ഒരു പൊതുമുതൽ നശിപ്പിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു കല്ലെറിയാൻ പോയിട്ടില്ല. അതിനോട് എവിടെയും അന്തസ്സായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാനോട് ഒട്ടും യോജിപ്പില്ല. കാര്യം നമ്മൾ ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നു. പബ്ലിക് മുതലെന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോപ്പർട്ടി ഈസ് അവർ പ്രോപ്പർട്ടി. നമ്മുടെ പണം തന്നെയാണ്, നമ്മുടെ നികുതിപ്പണം നമ്മുടെ പണം കൊണ്ടാണ്. അത് നശിപ്പിക്കുന്നതിനോട് അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കോളേജ് കലാലയങ്ങളെ കലാപാലയങ്ങളാക്കുന്നതെന്ന് പറഞ്ഞ മാതിരി ഉള്ള എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ പൊതുമുതൽ നശിപ്പിക്കുക എന്നുള്ളത്. ആരെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചാൽ അവരിൽ നിന്ന് അത് ഈടാക്കണം, പിന്നെ ഉള്ള നിയമം ഉണ്ടാകണം, അത് ശക്തമായിട്ട് പാലിക്കുകയും വേണം. അല്ലാതെ ഓരോ പാർട്ടിക്കാരുടെ ഓരോ സമരം വരുമ്പോഴത്തേന് കല്ലേറ് കൊണ്ട് നശിക്കാനാണെങ്കിൽ പിന്നെ അത് എനിക്ക് യോജിപ്പില്ല. KSRTCയുടെ നഷ്ടം ബേസിക്കലി സാറിന്റെ നോട്ടത്തിൽ എവിടെയാണ് പൊതുവെ ഈ ചോർച്ച?
നഷ്ടം പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കും. പിന്നെ നമ്മൾ കേരളം വിട്ട് ഉള്ള അന്യ സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ എവിടെയൊക്കെ, അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ എവിടെ പിന്നെ ഈ അതായത് സിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പിന്നെ ബസ് നഷ്ടത്തിൽ ഓടുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാം പല സ്റ്റേറ്റുകളിലും ഞാൻ പോയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ആ ബസ്സുകളിലൊന്നും നമ്മുടെ കേരളത്തിലെ മാതിരി ഇടിച്ചു കയറുന്ന സ്വഭാവമില്ല. ആ പിന്നെ ഈ സിറ്റിംഗ് കപ്പാസിറ്റി പിന്നെ അത് നഷ്ടത്തിൽ ഓടുന്നില്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ ബസ്സുകൾ പോകുന്നത് ഒരു പ്രൈവറ്റ് ബസ്സിനെ കൊള്ളുന്നത് പോലെ മാത്രമല്ല. എൻ്റെ അനുഭവത്തിൽ പിന്നെ സ്കൂൾ സമയത്ത് ചില പിന്നെ കൊടങ്ങറായിന്നോ അല്ലെങ്കിൽ മുളയ്ക്കാന്തുരുത്തിന്നോ ഒക്കെ വരുന്ന ബസ്സുകളെന്ന് പറഞ്ഞാൽ പിള്ളേര് പിന്നെ ടോപ്പിൽ ഈ ഇത് കാരിയർ അല്ലേ, പുറകിലൊരു കോവണി ഉണ്ടല്ലോ, ആ കോവണിയ മുതല് മോളിൽ വരെയും കയറി ഇരുന്നുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ അങ്ങനെ ടിക്കറ്റ് കൊടുക്കുന്ന, മോളിൽ കയറി ടിക്കറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ കയറ്റുന്ന വാഹനം പിന്നെ എങ്ങനെ നഷ്ടത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ മിസ്മാനേജ്മെന്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ശബരിമല പോലുള്ള സീസണിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ശബരിമലയ്ക്കും പോയിട്ടുണ്ട്, പിന്നെ ഈ ഓട്ടത്തിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സത്യത്തില് അതിലെ പിന്നെ വേറെ കുറെ വെള്ളാനകളാണ് ഇത് നമുക്കൊന്നും എൻ്റെ, അല്ലാതെ നഷ്ടത്തിലോടാൻ ഒരു വഴിയും സാധ്യതകൾ. ഇറ്റ്സ് എ മിസ്മാനേജ്മെന്റ്. താങ്ക് യു സാർ. ഇത്രയും കാര്യങ്ങൾ KSRTCയെ പറ്റി, സാറിന്റെ ജോലിയെ പറ്റി പറയാൻ സന്തോഷം. ഇനി നമുക്ക് കുറച്ച് അമേരിക്കൻ കാര്യങ്ങൾ പറയാം.